Hello, good morning. Good morning, Miss. Good morning. ഓക്കെ, വരുന്നവരൊക്കെ വഴിയേ വരട്ടെ. സമയം 5 minutes ഒക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ചാപ്റ്ററിന്റെ പേരെന്താണ്? ഏതാ ടോപ്പിക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വെന്റിലേറ്റർ. വെന്റിലേറ്റർ അല്ലെ? വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു ലൈഫ് സേവിങ് മെഷീൻ ആണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ സിറ്റുവേഷൻസിലാണ് നമുക്ക് ഏത് തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ വെന്റിലേഷന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വെന്റിലേഷന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. പിന്നെ സർജറിയുടെ സമയത്ത് എങ്ങനെയാണ് വെന്റിലേറ്റേഴ്സ് യൂസ് ചെയ്യണേ, ഡ്യൂറിങ് സർജറിയും ഉണ്ട്, ആഫ്റ്റർ റിക്കവറിങ് ഫ്രം ദ സർജറി, അതായത് സർജറി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ റിക്കവർ ചെയ്യുന്ന സമയത്തും, റിക്കവറിന്റെ ശേഷം ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് അല്ലെ, കുറച്ച് മണിക്കൂറുകളോളം ചിലപ്പോൾ വെന്റിലേഷന്റെ സപ്പോർട്ട് വേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ എന്താ പറയാ വെന്റിലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ. വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ സപ്രസ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാൻ, അതായത് ഇല്ലാതാക്കാനായിട്ട് റിമൂവ് ചെയ്ത് കളയാനും, ആൻഡ് അറ്റ് ദ സെയിം ടൈം അത് റിമൂവ് ചെയ്യുക മാത്രമല്ല അതിന്റെ ഒരു എന്താ പറയുക ഉദ്ദേശം എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് ഓൾസോ പമ്പ് ഓക്സിജനേറ്റഡ് എയർ ഇൻ ടു ദ എയർവേസ് അല്ലെ. നമ്മുടെ എയർവേസിലേക്ക് ഓക്സിജനേറ്റഡ് എയർ, അതായത് ഓക്സിജൻ എന്താ പറയാ ഓറിയന്റഡ് ആയിട്ടുള്ള എയറുകളെ അകത്തേക്ക് വിടുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. പക്ഷേ സെയിം ടൈം രണ്ട് ഫങ്ഷനിങ് ആണ് ഈ ഒരു വെന്റിലേഷൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ എയർവേസ്, ഏതൊക്കെയാണ് എയർവേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്മുടെ ബോഡി പാർട്സ് എന്ന് നമ്മൾ പറഞ്ഞു. നോസ്, ത്രോട്ട്, മൗത്ത്, വോയിസ് ബോക്സ്, ലാരിങ്സ് അല്ലെങ്കിൽ വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ, ലങ് ട്യൂബ്സ് അല്ലെങ്കിൽ ബ്രോങ്കി എന്നറിയപ്പെടുന്ന ഈ 6 പാർട്സ് ആണ് നമ്മുടെ ഈ എയർവേസിൽ ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്, വെന്റിലേഷന്റെ എന്താ പറയാ പേഷ്യന്റ് വെന്റിലേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അത് നമ്മൾ പറഞ്ഞു. ഹാർട്ട് റേറ്റ്, BP, ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, അതായത് ബ്രീത്തിങ് റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ, അതായത് മെഷർ ഓഫ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്, അതായത് നമ്മളുടെ ഓക്സി ഹീമോഗ്ലോബിന്റെ അളവ് ബ്ലഡിൽ എത്രത്തോളം ഉണ്ട്, അതിന്റെ എത്ര പെർസെന്റേജ് ഉണ്ട്, ആ പെർസെന്റേജ് ലെവൽ അങ്ങനെ അധികം കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ പെർസെന്റേജ് ഓഫ് ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ബ്ലഡിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് വിളിക്കാം. അപ്പൊ അത് പരിശോധിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റിന്റെ എക്സ്റേസ് എടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ സ്കാനിങ്സ് എടുക്കണം. പിന്നെ അഡീഷണലി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവര് ഫിസിഷ്യൻസോ അല്ലെങ്കിൽ ഇതിന്റെ സ്പെഷ്യലിസ്റ്റുകളും അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് എന്താ പറയാ ബ്ലഡ് ടെസ്റ്റുകളും ആവശ്യത്തിന് എടുത്തുകൊണ്ടിരിക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് ലെവലും ഓക്സിജന്റെ ലെവലും ഒക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് നമ്മൾ ഇങ്ങനെ വെന്റിലേഷൻ മെക്കാനിക്കലായിട്ട് വെന്റിലേഷൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ വെന്റിലേറ്ററിന്റെ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഈ ഒരു 2 കുഞ്ഞു ടോപ്പിക്കും കൂടി നമുക്ക് ഈ ഒരു വെന്റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ആരെങ്കിലൊക്കെ കയറാനുണ്ടെങ്കിൽ പതുക്കെ കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് എന്താണെന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞു പഠിച്ചു എന്നുള്ള കാര്യം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത്ര വരെ വായിച്ചു നോക്കിയോ നോട്ടൊക്കെ എല്ലാവരും? വായിച്ചു. ഇതൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത്ര വലിയ കട്ടിയായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തതോ അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള സയന്റിഫിക് ടേമുകളോ ഒന്നും തന്നെ ഈ പറയുന്ന ഭാഗത്തൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് എഴുതി നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പൊ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഡെയിലി ഇപ്പൊ നമ്മള് ഇന്നൊക്കെ ഭയങ്കര ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുകളൊക്കെ നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നഴ്സിംഗ് പഠിക്കുന്നവര് അല്ലെങ്കിൽ അവിടെ പോയി പഠിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും കൂടെ പോകുമോ, അപ്പൊ നമ്മൾ വെന്റിലേഷൻ സപ്പോർട്ടിൽ കിടക്കുന്ന ഒരു രോഗിയെ സന്ദർശിക്കുക അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ റിലേറ്റീവ്സിലൊക്കെ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അടുത്തിടപഴകാനൊക്കെ നമുക്ക് കാരണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്.
നമുക്ക് തന്നെയും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ചിലപ്പോൾ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് മറ്റ് പല മീഡിയം ത്രൂ നമുക്ക് പഠിക്കാനായിട്ട് മനസ്സിലാക്കാനുമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ആഫ്റ്റർ ഓൾ ഇന്ന് എല്ലാത്തിലും ഉപരി നമുക്ക് എന്തിനെ കുറിച്ചും അറിവ് തരുന്ന ഒരു ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ മൊബൈലുകളിലും ഉണ്ട് അല്ലെ. അപ്പൊ ഇന്ന് നമുക്ക് എന്തിനെ കുറിച്ചും ഒരു എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അപ്പൊ നമ്മുടെ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്ത് നോക്കും, അപ്പൊ അറിയാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ പിള്ളേർ പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. നഴ്സിംഗ് ആയിട്ടും പാരാമെഡിക്കൽ കോഴ്സുകളായിട്ടൊക്കെ ഒത്തിരി പഠിക്കാൻ പോകുന്നുണ്ട്. അവരവിടെ കിട്ടുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന തിയററ്റിക്കൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജിനെ കൂടാതെ അവർ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അത് അവരുടെ പഠനത്തിന് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രാക്ടിക്കൽ നോളജ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്കും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. പിന്നെ ക്ലാസ്സിൽ നമ്മൾ ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെന്റിലേറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് പഠിച്ചത്. അപ്പൊ നമുക്ക് അതിന്റെ അടുത്തൊരു കുഞ്ഞു 2 ടോപ്പിക് കൂടി, റിസ്ക് ഓഫ് ബീങ് ഓൺ എ വെന്റിലേറ്റർ. എന്നാൽ നമുക്കറിയാം എന്താ പറയാ, നമ്മളുടെ ബോഡി ഏത് രീതിയിൽ കറക്റ്റ് ആയിട്ട് അത് ഹെൽത്തി കണ്ടീഷൻ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യും അല്ലെ. എന്നാൽ ഇതിനൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചെയ്താൽ അതിന് എന്തെങ്കിലുമൊക്കെ തരത്തില് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ഒരു പനി വരുമ്പോ മെഡിസിൻസ് കഴിക്കുന്നു ആളുകൾ. നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് പല സോഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് പാരാസിറ്റമോൾ അധികം കഴിക്കാൻ പാടില്ല അല്ലെ. അതിന് ഇത്രത്തോളം പെർസെന്റേജ് ഇന്ന സാധനം അടങ്ങിയിട്ടുണ്ട്, അത് നമ്മളുടെ കിഡ്നി ഫെയിലിയർ ആക്കുന്ന രീതിയിലാണ്. അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് പല സ്രോതസ്സുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട് സോഴ്സിൽ നിന്ന്. പക്ഷെ എന്ത് വിചാരിച്ചിട്ട് പനി വരുമ്പോ നമുക്കത് കഴിക്കാതിരിക്കാൻ നിവർത്തിയില്ല അല്ലെ. ഒന്ന് ഗുണം ചെയ്യുമ്പോൾ അതിൻ്റെതായ ചെറിയ രീതിയിലുള്ള സൈഡ് ഇഫക്റ്റുകൾ മറ്റു രീതിയിലും ഉണ്ടാകും. അപ്പൊ ഇതുപോലെ തന്നെ അപ്പൊ നമ്മളുടെ ബോഡി ഇപ്പോൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് കുറെയൊക്കെ ഒരു പെർസെന്റേജ് നമ്മൾ കെയർ ചെയ്യണം. അത് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലികളുടെ കാര്യത്തിലായിക്കോട്ടെ, നമ്മളുടെ എക്സസൈസിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഏത് രീതിയിലായാലും നമ്മൾ ഹെൽത്തി ആക്കാനായിട്ട് ഒരു പരിധി വരെ ശ്രമിക്കാം. പിന്നെ ചില രോഗങ്ങൾ നമുക്ക് വന്നു പോകാതെ ഇരിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതൊക്കെ അങ്ങനെയാണ്. അപ്പൊ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താൽ അതൊന്നും കുഴപ്പമില്ല. അതേസമയം ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിന് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എന്താ പറയാ സൈഡ് ഇഫക്റ്റുകൾ കാണും. അപ്പൊ എന്താണ് ഒരു വെന്റിലേറ്റർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന റിസ്കുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിനി അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. എല്ലാവരും വൈകി കയറിക്കൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ചുകൂടി നേരത്തെ കയറാനായിട്ട് നോക്കാം. നിങ്ങളുടെ ക്ലാസ്സുകൾ ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. ഈ എടുത്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സുകൾ ഓൾറെഡി തീരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്തിനെങ്കിലും കയറാനായിട്ട് നോക്കാട്ടെ. നിങ്ങളിപ്പോ 10:30 തന്നെയാണ് ക്ലാസ്. 35 ആയിട്ടും ചിലരൊന്നും കയറിയിട്ടുണ്ടായില്ല കേട്ടോ. കുറച്ച് നേരത്തെ കയറാനായിട്ടൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ റിസ്ക് ഓഫ് ബീങ് ഓൺ എ വെന്റിലേറ്റർ. വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസ്കുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും നമുക്കറിയാം. നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ ലൈഫ് സേവിംഗ് മെഷീൻ ആണ് ഒരു വെന്റിലേറ്റർ എന്ന് പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് വെന്റിലേറ്റർ ക്യാൻ സേവ് അവർ ലൈഫ്. നമ്മുടെ ജീവനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ട് ഒരു കഴിവുള്ള സംഭവം തന്നെയാണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. മറ്റ് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ പോലെ തന്നെ വെന്റിലേറ്റേഴ്സ് ക്യാൻ ഓൾസോ കോസ് സൈഡ് ഇഫക്ട് എന്ന് പറയുന്നത്. അത് വാക്കതാണ്. നെവർദലെസ് ലൈക്ക് അതർ ടെസ്റ്റാമെന്റ്സ് എന്നാണ് അവിടെ വേർഡ്. മാറ്റി അവിടെ ട്രീറ്റ്മെന്റ് നോക്കാം കേട്ടോ. മറ്റേത് ട്രീറ്റ്മെന്റുകൾ പോലെ തന്നെ നമ്മളിപ്പോ പനിക്ക് മരുന്ന് കഴിക്കുന്നു, ചുമ വരുമ്പോ ഒരുപാട് മാറാതാകുമ്പോ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നു, ഇതിനൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ട്. അപ്പൊ ഏത് മരുന്നുകൾ കൊടുക്കുമ്പോൾ അതൊരു ട്രീറ്റ്മെന്റ് ആണല്ലോ. ഒരു രോഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുക്കുന്ന, മാറ്റാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ശുശ്രൂഷ, അതിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ പോലെ തന്നെയാണെങ്കിലും എന്നാ പറഞ്ഞേക്കണേ, ആണെങ്കിലും അതിനേക്കാളെ പോലെയൊക്കെ തന്നെയാണ് വെന്റിലേറ്റേഴ്സിനും എന്തുണ്ട്, ഇറ്റ് മേ കോസ് സൈഡ് ഇഫക്ട്സ്. അതിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കേണ്ട. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കുറെ നേരത്തെ എക്സ്റേസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എക്സ്റേസ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ പല ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് റേഡിയോ ഐസോട്ടോപ്സ് ഒക്കെ പറഞ്ഞു അല്ലെ. അങ്ങനെ ഒരുപാട് എക്സ്റേസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, അതിന്റെയൊക്കെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു അതൊക്കെ ടു മച്ച് കോസ് സൈഡ് ഇഫക്ട്സ്. അതിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ റേസാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ പാസ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് നമ്മളുടെ ശരീരത്തിലെ പല കാര്യങ്ങൾക്കും അത് ഡാമേജ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ വേണ്ട. അപ്പൊ അതിനകത്തൊരു എന്താ പറയാ കുറച്ച് ഈസിയസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ അധികം സൈഡ് ഇഫക്റ്റുകൾ ഇല്ലാത്ത
പെയിൻലെസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ആയ അൾട്രാസൗണ്ട് അല്ലെ, അങ്ങനെ ഒരു സംഭവം, അതായത് കളർ ഡോപ്ലർ എന്ന് പറയുന്ന ഒരു മെഷീൻ, അത് അല്ലെങ്കിൽ അതും ഒരു തരത്തിലുള്ള ഡയഗ്നോസിസ് രീതിയാണ് രോഗം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പെയിൻലെസ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അതിനുവേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം ടു മച്ച് ഓഫ് റേസോ അല്ലെങ്കിൽ സ്കാനിങ്സോ നടത്തുന്ന സമയത്ത് ശരീരത്തിൽ അത് പല രീതിയിലും പല അവയവങ്ങളൊക്കെ ഡാമേജ് വരുത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ വെന്റിലേറ്റേഴ്സും നമ്മൾ സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്നാണ്, അതിനും സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ ഇല്ല എന്നാണ് പറയാം. ഇപ്പോ നമ്മുടെ വെന്റിലേറ്റർ കുറെ നേരമൊക്കെ ഉപയോഗിച്ചു, ഇപ്പൊ ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ് എന്ന് പറഞ്ഞേക്കുന്നത്, അതായത് ടു മച്ച് ഓഫ് യൂസ്, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കൊക്കെ വെന്റിലേഷൻ സഹായത്തോടെയൊക്കെ ഒരു പേഷ്യൻസിനെ കിടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് അത് കൂടുതൽ നമ്മൾക്ക് ഇത്തരം സൈഡ് എഫക്റ്റുകൾ കോമൺ ആണ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് മോർ കോമൺ, അവിടെ സെന്റൻസ് ഇങ്ങനെയാണ്, ദിസ് ഈസ് മോർ കോമൺ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഓൺ എ വെന്റിലേറ്റർ ഫോർ പ്രൊലോങ്ഡ് പീരീഡ്. എന്ന് വെച്ചാൽ ദീർഘനാളൊക്കെ ഈ വെന്റിലേഷന്റെ സപ്പോർട്ടോടുകൂടി ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ സൈഡ് എഫക്റ്റുകൾ വളരെ കോമൺ ആയിരിക്കും എന്നാണ് പറയാം. അപ്പൊ വെന്റിലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിനെ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം, പക്ഷെ ഇറ്റ് ഓൾസോ ഹാവ് സൈഡ് എഫക്ട്സ്, അതിനും സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കണം. അതാണ് പറഞ്ഞേക്കുന്നത്. ഇനി അവിടെ നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഈ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന സം കോമൺ റിസ്കുകളാണ് എന്തൊക്കെയാണ്. നമുക്ക് അവിടെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. സം കോമൺ ആയിട്ടുള്ള റിസ്കുകൾ, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വെന്റിലേഷൻ അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കോമൺ റിസ്കുകൾ ഈ താഴെ പറയുന്നവയാണ്. ഒന്ന് എന്താണെന്ന് പറഞ്ഞേക്കണേ, ഇൻഫെക്ഷൻ ആണ്. വൺ ഓഫ് ദ മെയിൻ റിസ്ക് ഇൻവോൾവ് ഇൻ യൂസിങ് എ വെന്റിലേറ്റർ വിത്ത് എ ബ്രീത്തിങ് ട്യൂബ് ഈസ് ഇൻഫെക്ഷൻ. കണ്ടോ, നമ്മൾ പറഞ്ഞല്ലോ ബ്രീത്തിങ് ട്യൂബ് എവിടെ കൊടുക്കണേ? ബ്രീത്തിങ് ട്യൂബ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, പറയും വായിച്ചവരല്ലേ നോട്ടൊക്കെ. ബ്രീത്തിങ് ട്യൂബ് വെന്റിലേഷൻ കൊടുക്കുന്ന പേഷ്യൻസിന് രണ്ട് രീതിയിൽ എന്താ പറയാ ഈ വെന്റിലേഷൻ കൊടുക്കുന്നു. ഏതൊക്കെ രീതിയിലാണെന്ന് പറഞ്ഞു. ഏതൊക്കെ രീതിയിലാ? ആർക്കും അറിയില്ല, പറയേ, അറിയാവുന്ന ആരെങ്കിലും പറയേ. മാസ്ക് ത്രൂ, പിന്നെ രണ്ടാമത്തത് വായില് തൊണ്ടയിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് ട്യൂബ് പോലെ. അതാണ്, അതിനെയാണ് എന്ത് പേര് വിളിക്കുന്നത് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ സാധനം. ഏതാണത്? ബ്രീത്തിങ് ട്യൂബ് ആണ് അല്ലെ. ബ്രീത്തിങ് ട്യൂബ് ത്രോട്ടിൽ പ്രസ് ചെയ്തിട്ട് രണ്ട് രീതിയിലാണ്. അപ്പൊ നമ്മൾ വായിച്ചല്ലോ, എല്ലാവരും വായിച്ചിട്ടില്ല എന്ന് തോന്നണ്ട, കുറച്ച് പേരെ വായിച്ചിട്ടുള്ളൂ. അപ്പൊ ബ്രീത്തിങ് ട്യൂബ് തൊണ്ടയിൽ പ്രസ് ചെയ്തിട്ടാണ്. അങ്ങനെ വെക്കുമ്പോ ഈ വെന്റിലേറ്ററിൽ ഇങ്ങനെ വെന്റിലേഷൻ കൊടുക്കുമ്പോൾ ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ തൊണ്ടയിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻഫെക്ഷൻസ് ധാരാളം വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയാം. അപ്പൊ കോമൺ ആയിട്ടുള്ള റിസ്കുകളാണ് പറയുന്നത്. നമ്മള് ഈ വെന്റിലേഷൻ സപ്പോർട്ടിൽ കിടക്കുന്ന പേഷ്യൻസിന് കോമൺ ആയിട്ട് ഉണ്ടാകാവുന്ന റിസ്കുകളിൽ ഫസ്റ്റ് വൺ ഈസ് ദ റിസ്ക് ഈസ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എന്ന് പറയുന്ന റിസ്ക് ആണ്. അത് കൂടുതലും കോമൺലി അത് കാണുന്നത് ഈ ബ്രീത്തിങ് ട്യൂബ് വഴി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ്. എന്താ പറയാ, അതിനകത്തെ അത് കൂടുതലും എന്താ പറയാ ഫ്ലൂയിഡ് ആൻഡ് മ്യൂക്കസ് എന്ന് പറയുന്നത്. മ്യൂക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഈ തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം ലൈനിങ് ആണ്. എന്ന് വെച്ചാൽ കഫക്കെട്ട് എന്നൊക്കെ പറയില്ലേ, കഫം, അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡുകളൊക്കെ തൊണ്ടയിൽ ഇങ്ങനെ വന്ന് ഡെവലപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വന്ന് അധികം അടിഞ്ഞുകൂടും. അപ്പൊ നമ്മൾ സാധാരണ ഉള്ള ഒരു വായിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും രീതിയിലൊക്കെ നമ്മളത് പുറത്തേക്ക് കളയാൻ നമുക്ക് പറ്റും അല്ലെ. അത് സാധാരണഗതിയിലാണ് ചെയ്യാൻ പറ്റും. പക്ഷെ ത്രൂ വെന്റിലേഷൻ കൊടുത്തിരിക്കുന്ന പേഷ്യൻസിന് ഇതൊന്നും സാധ്യമല്ല. അപ്പൊ ഇതിവിടെ വന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. അത് വിൻഡ് പൈപ്പിലൊക്കെ എന്താ പറയാ ജേംസ്, അതായത് പലതരത്തിലുള്ള കീടാണുക്കൾ അടിഞ്ഞുകൂടാനായിട്ടും ബ്രീത്തിങ് ട്യൂബിലേക്ക് അതെല്ലാം വന്ന് അടിയാനും അത് പൈലപ്പ് ചെയ്യാൻ എന്ന് വെച്ചാൽ വന്ന് എന്താ പറയാ എല്ലാം കൂടി വന്നിട്ട് അത് കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അന്നേരം ഇൻഫെക്ഷൻസ്. അപ്പൊ ഈ ത്രോട്ടിൽ പ്രസ്സിംഗ് ട്യൂബ്, അതായത് ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെന്റിലേഷൻ കൊടുക്കുന്നതിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫെക്ഷൻസ് കൂടുതൽ. അതായത് ഇൻഫെക്ഷൻ വരുന്നത് ഈ ഫ്ലൂയിഡോ അല്ലെങ്കിൽ ഈ മ്യൂക്കസോ ഇത് കൂടുതൽ അടിഞ്ഞ് കൂടുന്നതിന്റെ ഫലമായിട്ടാണ്. ഈ തൊണ്ടയിൽ നിന്ന് വരുന്ന കഫം അതുപോലെയുള്ള കാര്യങ്ങൾ ഫ്ലൂയിഡുകളൊക്കെ വന്നിട്ട് ഇവിടെ അടിഞ്ഞു കൂടി അവിടെ ജേംസ് ഫോം ചെയ്യും. അത് ഈ ബ്രീത്തിങ് ട്യൂബിൽ പൈലപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ അത് വന്ന് അടിഞ്ഞു കൂടും. അതിനകത്ത് ഈ ലങ്സിലേക്ക് ഈ ജേംസ് ഈ ബ്രീത്തിങ് ട്യൂബിലൂടെ പാസ് ചെയ്ത് അകത്തേക്ക് ലങ്സിലേക്ക് പ്രവേശിക്കാനും അത് സാധ്യമാകുന്നു. അത് ഇൻക്രീസ് ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂമോണിയ. So when these germs get through this breathing tube to our lungs, നമ്മുടെ ലങ്സിലേക്ക് ഇത് കയറി പോകുമ്പോൾ അത് അവിടെ കിടന്ന് അത് അങ്ങോട്ട് ചെന്ന് ലങ്സിലേക്ക് പാസ് ചെയ്ത് അത് ന്യൂമോണിയയ്ക്ക് കാരണമാകും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ മാത്രമല്ല സൈനസ് ഇൻഫെക്ഷൻസും ഓൾസോ ഈക്വൽ ടു ബ്രീത്തിങ് ട്യൂബിന് ഇതുപോലെ തന്നെയുള്ളതാണ് സൈനസ് ഇൻഫെക്ഷൻ. അതായത് സൈനസ് നമ്മുടെ ത്രോട്ടിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ജേംസിനെ ഫോം ചെയ്യാനും ലങ്സിലേക്ക് പ്രവേശിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വരുന്നത് വെന്റിലേഷൻ സപ്പോർട്ടിൽ കിടക്കുന്ന പേഷ്യൻസിന് സാധാരണഗതിയിൽ വരുന്നതാണ്. അതും ഏറ്റവും കൂടുതൽ
മാസ്ക് വെച്ചവർക്കല്ല കൂടുതലും ഫോം ചെയ്യുന്നത് ബ്രീത്തിങ് ട്യൂബ് തൊണ്ടയിൽ പ്രസ് ചെയ്തിട്ട് വെന്റിലേഷൻ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന പേഷ്യൻസിനായിരിക്കും. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ഓക്കെ ഓക്കെ. അപ്പൊ അത് അത് വായിച്ചാൽ തന്നെ നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് ആ ഇൻഫെക്ഷൻ വരണേന്ന്. ഈ സാധനം ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ എന്താ പറയാ ഹൈജീനിന്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഒരു പേഷ്യന്റിന് നമ്മളെപ്പോഴും സാധാരണഗതിയിൽ ഒരു വെന്റിലേഷൻ സപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഹോസ്പിറ്റലിലുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ല. ഒരു ആളെ മാസ്ക് വെച്ചിട്ടാണെങ്കിൽ പോലും അത് പ്രശ്നമില്ല. പക്ഷെ ഈ ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുള്ള ഒരു വെന്റിലേഷൻ സപ്പോർട്ട് കൊണ്ടിരിക്കുന്ന പേഷ്യൻസിനാവുമ്പോൾ ഇവിടെ യാതൊന്നും നമുക്ക് ചെയ്യാനില്ല. ഇത് വന്ന് ഇവിടെ തൊണ്ടയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടും, അവിടെ ജേംസ് ഫോം ചെയ്യും. കുറെ ഇങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താ പറയാ ഈ കഫക്കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ വേഗം കൊടുത്ത് എന്താ പറയാ മരുന്ന് കൊടുത്ത് അതൊക്കെ ഇല്ലാതാക്കുന്നത്. അതവിടെ അങ്ങനെ കൂടുതൽ കിടന്നു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിന് കാരണമാകും, ലങ്സിലേക്ക് പ്രവേശിക്കും ജേംസ്. അതുകൊണ്ട് ഈ പറയുന്ന ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ നമ്മുടെ കെയർ ആയിട്ട് പ്രോപ്പർ കെയറിംഗ് ഒക്കെ കൊടുത്തില്ലെങ്കിൽ അത് പല എന്താ പറയാ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്ന് നോക്കുക. രണ്ടാമത്തെ ഒരു ഈ പറയുന്ന വെന്റിലേഷൻ സപ്പോർട്ട് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു റിസ്ക് ആണ് ഇറിറ്റേഷൻ. അല്ലെ, ഇറിറ്റേഷൻ അത് സ്വന്തമായിട്ട് എന്തായാലും സ്വാഭാവികമായിട്ടുണ്ട്. ഈ ബ്രീത്തിങ് ട്യൂബ് ടാപ്പ് അഗേൻസ്റ്റ് ആൻഡ് ഇറിറ്റേറ്റ്. നമുക്കറിയാം ഇതിങ്ങനെ വന്ന് മുട്ടുമല്ലോ, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വന്ന് തട്ടും മുട്ടുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ത്രോട്ട് നമ്മളുടെ തൊണ്ടയ്ക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ലങ്സിനും അത് ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പൊ എന്ത് പറ്റും, നമ്മൾ എന്താ പറയാ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ കഫിങ് നടത്താനായിട്ട് സാധ്യതയുണ്ട്. കൂടുതൽ എപ്പോഴും ഇങ്ങനെ ചുമക്കാനുള്ള ഒരു ഇതാണെന്നില്ല. അപ്പൊ തൊണ്ടയില് ഇങ്ങനെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചുമക്കാനുള്ള ടെൻഡൻസി കൂടുതൽ, അപ്പൊ ചുമ കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതൊരു രണ്ടാമത്തെ റിസ്ക് ആണ്. അപ്പൊ വെന്റിലേഷൻ സപ്പോർട്ട് ബ്രീത്തിങ് ട്യൂബിലൂടെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു റിസ്ക് ആണ്, സാധാരണ കാണുന്ന ഒരു റിസ്ക് ആണ് ഇറിറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇറിറ്റേഷൻ ഇൻ ത്രോട്ട് ഓർ ലങ്സിലോ അല്ലെങ്കിൽ ത്രോട്ടിലോ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ആണ്. ആൻഡ് ഇറ്റ് മേ കോസ് ഹാർഡ് കഫ്, ഭയങ്കര ഹാർഡ് ആയിട്ടുണ്ടാകുന്ന ചുമയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് വോക്കൽ കോഡ് ഇഷ്യൂസ് ആണ്. വോക്കൽ കോഡ് അതായത് നമ്മുടെ വോയിസ് ബോക്സ് അല്ലെ, വോയിസ് ബോക്സ് ലാറിങ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഈ ബ്രീത്തിങ് ട്യൂബ് നമ്മളുടെ വോയിസ് ബോക്സിലൂടെയാണ് ഇങ്ങനെ കടന്നു പോണേ. സൗണ്ട് വരുന്നില്ലേ നമുക്ക്? അത് വരുന്നതിന് ഒരു ട്യൂബ് ഉണ്ട്, വോയിസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിന്. നമ്മൾ വെറുതെ ഇങ്ങനെ വാ കൊണ്ട് അനക്കിയാലൊന്നും പുറത്തേക്ക് സൗണ്ട് വരില്ല, അത് അകത്തുനിന്നാ വരുന്നത്. അപ്പൊ ആ ട്യൂബിൽ നിന്ന് ആ ലാറിങ്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്ന് പറയുന്നത് അത് വോക്കൽ കോഡ് അതിനകത്തുണ്ട്. നമ്മുടെ ഈ വോയിസ് ബോക്സിനകത്ത് വോക്കൽ കോഡ് ഉണ്ട്, ഒരു കോഡ് ഉണ്ട്. അത് എന്താ പറയാ പേഷ്യന്റിന് അതിങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് വെന്റിലേഷനിലായിരിക്കുന്നതുകൊണ്ട് പേഷ്യന്റ് കനോട്ട് സ്പീക്ക്, അവർക്ക് സംസാരിക്കാനോ മറ്റൊന്നിനൊന്നും പറ്റില്ല, പുറത്തേക്ക് സൗണ്ട് ഒന്നും വരില്ലല്ലോ. അപ്പൊ ബ്രീത്തിങ് ട്യൂബ് ക്യാൻ ഹാം ദ വോയിസ് ബോക്സ്. ഈ ബ്രീത്തിങ് ട്യൂബ് എന്തിനെ ഒരു എന്താ പറയാ ഉപദ്രവം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്? വോയിസ് ബോക്സിനെ ഹാം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ, കാരണം ഇത് ഇതിനകത്തോട്ടേക്കാണ് ഈ ഇറക്കി വെച്ചേക്കണേ. അപ്പൊ അതുകൊണ്ട് സംസാരിക്കാനോ സൗണ്ട് പുറത്തേക്ക് വരാനോ ഒന്നും പറ്റില്ല എന്നുള്ളത് മറ്റൊരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ ഒരു റിസ്ക് ആണ്. അപ്പൊ വോയിസ് ബോക്സിനകത്തേക്ക് നമ്മളുടെ ഈ വോയിസ് അതായത് വോക്കൽ കോഡിനെ അറ്റാച്ച് ചെയ്ത് അതൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്ന വോയിസ് ബോക്സിലേക്കാണ് ബ്രീത്തിങ് ട്യൂബ് ഇറക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദ പേഷ്യന്റ് cannot speak and it can harm the voice box. വോയിസ് ബോക്സിനെ ഹാം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? പൾമനറി എഡേമ എന്നാണ് പറയുക. പൾമനറി എഡേമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് ദ കണ്ടീഷൻ ദ എയർ സാക്സ് ഇൻ ദ ലങ്സ് ക്യാൻ ബി ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് ഓർ ഫിൽ. അതായത് ഈ ലങ്സ് ബോക്സിലെ ലങ്സിനകത്ത് നിറച്ചും എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ് വന്ന് ഇങ്ങനെ കുമിഞ്ഞു കൂടുക, അടിഞ്ഞു കൂടുക, അതിനെയാണ് നമ്മൾ പൾമനറി എഡേമ എന്ന് വിളിക്കുക. അതും വരാൻ സാധ്യതയുണ്ട് വെന്റിലേഷനിൽ കിടക്കുന്ന പേഷ്യൻസിന്. അത് ഭയങ്കര ആ വായു അറകളാണ്, എയർ സാക്സ് എന്ന് പറയും. വായു അറകളിലേക്കൊക്കെ ഈ ഫ്ലൂയിഡുകൾ വന്ന് നിറയാം. വായു മാത്രം ഇരിക്കാറുള്ള അവയാണ് വായു എയർ സാക്സ്. അതിനകത്തേക്ക് ഫ്ലൂയിഡ് കയറിയാൽ എന്തുണ്ടാകുമെന്നറിയാലോ. അപ്പൊ അത് ഭയങ്കര മറ്റൊരു പ്രോബ്ലം ആണ്, അതൊരു കോമൺ റിസ്ക് ആണ്. അതും ഈ പറയുന്ന വെന്റിലേഷൻ സപ്പോർട്ടിൽ ഒരുപാട് നാളുകൾ കുറെ പ്രൊലോങ്ഡ് ആയിട്ട് വെന്റിലേഷൻ സപ്പോർട്ടിൽ കിടക്കുന്ന പേഷ്യൻസിന് സ്വാഭാവികമായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. നെക്സ്റ്റ് വൺ ബ്ലഡ് ക്ലോട്ട്സ് തന്നെയാണ്. ഇത് ഒരേ വെന്റിലേഷനിൽ കിടക്കുന്ന ആളുകൾക്ക് തിരിഞ്ഞു മറിഞ്ഞൊന്നും കിടക്കാൻ പറ്റില്ല. ദേ ആർ ലൈങ് ഇൻ എ സെയിം പൊസിഷൻ അല്ലെ, അവർക്ക് ഒരേ പൊസിഷനിലാണ് അവർ കിടക്കുന്നത് ഫോർ ഹോൾ ടൈം അല്ലെങ്കിൽ ഫോർ എ ലോങ് ടൈം.
അത് കുറെ സമയത്തേക്ക് ഇങ്ങനെ ഒരേ പൊസിഷനിൽ തന്നെയാണ് കിടക്കണേ. അത് വലുപ്പത്ത് വരിക എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാനായിട്ട് സാധ്യത, ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് പറയുക. അപ്പൊ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത് മറ്റൊരു ഇവർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം വെന്റിലേറ്റഡ് പേഷ്യൻസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ്. ഇനി അടുത്തത് എന്താണ്? സെഡേഷൻ റിലേറ്റഡ് ഡെമെൻഷ്യ എന്നാണ്. എന്താണ് സെഡേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ അർത്ഥം? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സെഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സെഡേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു മയക്കം പോലുള്ള മയക്കത്തിൽ വിടുക. അതായത് പേഷ്യൻസിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി, നമുക്കറിയാം വെന്റിലേഷൻ എപ്പോഴും ആ ഒരു പൊസിഷനിലാണ് കൊടുക്കുക. അത്രയും കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്തിൽ അൺകോൺഷ്യസ് ആയിരിക്കുന്ന പേഷ്യൻസിനാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറയാ, പേഷ്യൻസിന് ഉണ്ടാകുന്ന സെഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിമെൻഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇതാണ്. അതായത് നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ലോസ് ആകുന്ന ഒരു അവസ്ഥ. നമ്മുടെ വൈജ്ഞാനിക പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ, നമ്മളുടെ ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ച് നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് അല്ലെ, അതൊക്കെ ബുദ്ധി, അതായത് വൈജ്ഞാനികപരമായിട്ട് നടത്തേണ്ട ചില ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള ഫങ്ഷൻസ്, അതായത് നമ്മുടെ തിങ്കിങ് ഫങ്ഷൻ, റിമെമ്പറിങ്, ഓർത്തെടുക്കാനുള്ളത്, ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയും. അപ്പൊ കോഗ്നിറ്റീവ് ഫങ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അത് പെട്ടെന്ന് ടക്കെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും, അന്ന് നടന്ന സംഭവം ചിലപ്പോ ഒരുപാട് ഇയേഴ്സ് ബാക്കിലായിരിക്കാം, പക്ഷെ അത് നമുക്ക് റിമെമ്പർ ചെയ്ത് എടുക്കാനുള്ള ഒരു ഫങ്ഷനിങ് നമ്മൾക്ക് ഉണ്ട്. അത് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതിനെയാണ് പറയേണ്ടത് ഡെമെൻഷ്യ എന്ന് വിളിക്കാം. പിന്നെ മാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങൾക്ക് കാര്യകാരണ സഹിതം റീസണിങ്ങിനൊക്കെ അതുമൊക്കെയാണ്. അപ്പൊ സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ ആണ് ഇത്. എന്താ പറയാ, കുഴപ്പം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സെഡേറ്റീവ്സിലേക്കും അതുപോലെ തന്നെ മെഡിക്കേഷൻസ് പ്രൊവൈഡഡ് ടു ഇൻഡിവിജ്വൽ ഹീസ് വെന്റിലേറ്റർ വിത്ത് ബ്രീത്തിങ് ട്യൂബിലേക്ക് ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സെഡേറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല, ചിന്തിക്കാനുള്ള കഴിവില്ല, അവിടെ റിമെമ്പറൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് റിസൾട്ട് ചെയ്യുന്നതാണ് മറ്റൊരു കാര്യം. ഏത് പ്രോബ്ലം ഈ വെന്റിലേറ്റഡ് പേഷ്യൻസിന് ഉണ്ടാകുന്ന മറ്റൊരു കാരണം. ഇനി ഫ്ലൂയിഡ് ഓവർലോഡ്, അതും മറ്റൊരു റീസൺ ആണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു പ്രോബ്ലം ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻഫ്യൂഷൻസ്, അതായത് ഈ പറയുന്ന ആളുകൾക്ക് ഒത്തിരി മരുന്നുകൾ, ഇങ്ങനെ ഡ്രഗ്സ് ഒക്കെ ചിലപ്പോ ടോക്സിസിറ്റി ഉള്ള മരുന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കുറെ ഇങ്ങനെ കൊടുത്തേ അവർക്ക് റിനൽ ഫെയിലിയർ വരെ ഉണ്ടാകാൻ സാധ്യത. റിനൽ ഫെയിലിയർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് പാരസിറ്റമോൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പല ഇതിലൊക്കെ വരാറുണ്ട്. എപ്പോഴെങ്കിലും ചില ആളുകൾ എവിടെയെങ്കിലും ഒരു ചെറിയ വേദന, തലവേദന വരുമ്പോൾ അപ്പൊ നിങ്ങൾ പാരസിറ്റമോൾ എടുത്ത് കഴിക്കുക. ഇതൊക്കെ കൂടുതൽ കഴിച്ച് നമ്മുടെ കിഡ്നിക്കൊക്കെ കംപ്ലൈന്റുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. റിനൽ ഫെയിലിയർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കിഡ്നിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുറെ ക്ലാസ്സുകളിൽ പോർഷൻ ചാപ്റ്റർ നിങ്ങൾ എടുത്തു തീർന്നതാണ്, നിങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പൊ ഒരുപാട് ഇൻഫ്യൂഷൻസ് ഓഫ് ഡ്രഗ് ടോക്സിറ്റി മേ കോസ് ഫെയിലിയർ ഓഫ് കിഡ്നി ഓർ റിനൽ ഫെയിലിയറിന് കാരണമാകാം. ആ ഫ്ലൂയിഡുകൾ ഇങ്ങനെ ഓവർലോഡ് ചെയ്തതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ. പിന്നെ ലങ് ഇഞ്ചുറിക്കും കാരണമാണ്. വെന്റിലേറ്റർ ഓൾസോ കോസ് ഡാമേജ് ഫോർ അവർ ലങ്സ്. നമ്മളുടെ ശ്വാസകോശങ്ങൾക്ക്, ലങ്സിനൊക്കെ എന്താ പറയാ, വെന്റിലേറ്റർ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള കോസിംഗ് ആണ് ഉള്ളത്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ലങ് ഡാമേജ് ആകാനുള്ള കാരണങ്ങൾ? എന്തുകൊണ്ടാണ് അങ്ങനെ വെന്റിലേറ്റർ ലങ് ഡാമേജിന് റിസൾട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, എയർ പ്രഷർ കൊടുക്കലാണെന്ന്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തുനിന്ന് പുറത്തേക്ക് കളയും, ഓക്സിജനേറ്റഡ് എയറിനെ അകത്തേക്ക് വിടുകയും ചെയ്യണം. അപ്പൊ ആ ഒരു പ്രസ്സിംഗ് ആണ്. ആ പ്രഷറിന്റെ ആ ഒരു ലിമിറ്റ്, ഇറ്റ് ഗോസ് ബിയോണ്ട് ആ ഒരു എന്താ പറയാ ലിമിറ്റിന് പുറത്തേക്ക് പോകുമ്പോൾ അധികമായി പോയി കഴിഞ്ഞാൽ അത് ലങ്സിനെ ഡാമേജ് ചെയ്യും. മനസ്സിലായോ? ഒരു ലിമിറ്റിലാണ് ആ ഒരു പ്രസ്സിംഗ് പോകേണ്ടത്, പ്രഷർ പോകേണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് മേ കോസ് ഡാമേജ് എന്ന് പറയാം. പിന്നെ എയർ സീപ്പ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ് ആൻഡ് ചെസ്റ്റ് വാൾ. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ, തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കൊളാപ്സ്ഡ് ലങ്സ് എന്ന് പറഞ്ഞു. എന്താണ് കൊളാപ്സ്ഡ് ലങ്സ് എന്ന് പറയുന്നത്? അതാണ് നേരത്തെ പറഞ്ഞത്. എന്ത്? ന്യൂമോതൊറാക്സ് എന്നതിന് മറ്റൊരു പേരുണ്ട്. ഈ ന്യൂമോതൊറാക്സ് ഉണ്ടാകുന്നു കാരണം ഇവിടെ ഈ നമ്മളുടെ ലങ്സിന്റെയും അതുപോലെ ചെസ്റ്റ് വാളിന്റെയും ഇടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഈ രണ്ടിന്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് എയർ ഇങ്ങനെ പ്രവേശിക്കുക. അതിനെയാണ് നമ്മൾ ന്യൂമോതൊറാക്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കൊളാപ്സ്ഡ് ലങ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലത്തേക്ക് എയർ ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കും, വായു കടന്നുകൊണ്ടിരിക്കും. അത് വലിയ പ്രശ്നമാണ്. പിന്നെ ഓക്സിജൻ ടോക്സിറ്റി ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. അതായത് ഓക്സിജൻ ടോക്സിറ്റി, കൂടുതൽ ഓക്സിജൻ ഉള്ളതിന്റെ ഫലമായിട്ടും
എന്താ പറയാ ലങ്സിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ദീസ് ആർ ദ 3 റീസൺസ് വേർ വെൻ ഡാമേജ് കോസ് ടു ലങ്സിൽ, നമ്മുടെ ലങ്സിൽ ഉണ്ടാകുന്ന ഡാമേജിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഇത് മൂന്നുമാണ്. എയർ പ്രഷർ ഇൻ ദ ലങ്സ് വെൻ ഇറ്റ് ഗോസ് ബിയോണ്ട് ദ ലിമിറ്റ് കഴിഞ്ഞ് എയർ പ്രഷർ പോകുന്നത് കൊണ്ടുണ്ടാകാം. വെൻ ദ എയർ സീപ്സ് ഇൻ ടു ദ സ്പേസ് വേർ ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാളും ലങ്സിനും ഇടയിൽ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് സ്പേസിലേക്ക് എയർ പ്രവേശിക്കുക. ഓക്സിജൻ ടോക്സിറ്റിയും മറ്റൊരു കാരണമാണ്. അപ്പൊ വെന്റിലേഷൻ കൊണ്ട് നമുക്ക് ലൈഫിനെ സേവ് ചെയ്യാം എന്നുള്ളതിനേക്കാൾ പുറമെ അതിൽ സേവിങ് നല്ലതാണ്. കാരണം വളരെയധികം എന്താ പറയാ മരണത്തോട് മല്ലെടുത്ത ആളുകൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്ത് കിടത്താൻ പറ്റും. ചിലപ്പോ ചില പ്രൊസീജിയേഴ്സ് നടത്തുമ്പോൾ ഭയങ്കര അതായത് പെട്ടെന്നുണ്ടായ ആക്സിഡൻസിലൊക്കെ വരുന്ന ആളുകളെ അധികം പ്രായമൊന്നും ആയിട്ടില്ല. അപ്പൊ ഈ വെന്റിലേഷന്റെ സപ്പോർട്ടോടെ ആയിരിക്കും ഇവര് പല പ്രൊസീജിയേഴ്സ്, സർജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരിക. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ചിലപ്പോ ആളെ അങ്ങോട്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും വെന്റിലേഷൻ സപ്പോർട്ട് കൊടുത്തേ മതിയാകും. സോ അത് ചിലതൊക്കെ സക്സസ് ആകാം, ആള് വീണ്ടും ആരോഗ്യപരമായിട്ട് തിരിച്ചു വരാം. ചിലത് മെഡിസിൻസ് ഒക്കെ ഏത് രീതിയിൽ അവരിലേക്ക് അത് പ്രവർത്തിക്കും അറിയില്ല. അതിന്റെ ഫലമായിട്ട് ചിലപ്പോ അത് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും തരാം. എങ്കിലും വെന്റിലേഷൻ സപ്പോർട്ട് ലൈഫ് സേവിംഗ് ഒരു മെഷീൻ തന്നെയാണ്. പക്ഷെ ഇറ്റ് മേ കോസ് വെൻ വി യൂസ് ഇറ്റ് ഫോർ കണ്ടിന്യൂസ് ഓർ ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ്, ഇത് കുറച്ച് ദീർഘകാലം ഉപയോഗിക്കാം, കൂടുതൽ പ്രാവശ്യം അത് ഉപയോഗിക്കേണ്ടി വരിക. അതൊക്കെയാണ് ഇത് നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലങ്സിന് ഡാമേജ് ഉണ്ടാക്കുക. അതിന് കുറച്ച് റീസൺസ് ആണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കാനേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മിസ്. ഓക്കെ. Then the last portion of chapter അവസാനത്തെ ഭാഗമാണ് who attends to the patients on a mechanical ventilator. ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ ആരാണ് അറ്റൻഡ് ചെയ്യുന്നത്? നമ്മളല്ലല്ലോ അല്ലെ. ബൈ സ്റ്റാൻഡേഴ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, റിലേറ്റീവ്സ്. നിങ്ങളൊന്നും നോക്കിക്കോ, അങ്ങനെയൊന്നുമില്ല. അവിടെ ഇവരെ അറ്റൻഡ് ചെയ്യേണ്ട മെക്കാനിക്കലായിട്ട് നമ്മൾ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പേഷ്യൻസിനെ വളരെ കൃത്യമായിട്ട് കെയർ ചെയ്യണം. അതിന് വേണ്ട ആളുകൾ ആരൊക്കെയാണെന്നാണ് പേരുകൾ ഓർത്തിരിക്കുക. ഫിസിഷ്യൻസ്, അനസ്തേറ്റിസ്റ്റ്, പിന്നെ പൾമനറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, പിന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ ഉണ്ടാവും, നഴ്സസ് ഹു ആർ ലയബിൾ ഓർ ഹു ആർ റെസ്പോൺസിബിൾ ടു ടേക്ക് കെയർ ഓഫ് ദം. അവരെ ശുശ്രൂഷിക്കേണ്ട നഴ്സുമാരും ഉൾപ്പെടെ ഈ പറയുന്ന ആളുകളും അവിടെ ഉണ്ടായിരിക്കണം. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കണം, വെന്റിലേറ്ററിന്റെ അടുത്തടുത്തൊക്കെ തന്നെ ഉണ്ടായിരിക്കണം. ഒരുപാട് ദൂരെ പോയിട്ട്, കാരണം ഏതെങ്കിലും ഈ വെന്റിലേറ്റഡ് പേഷ്യൻസ് പെട്ടെന്നൊക്കെ അവർ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അവരെ വന്ന് ശുശ്രൂഷിക്കേണ്ട ചുമതല ഈ പറയുന്ന ആളുകൾക്ക് എല്ലാം തന്നെയുണ്ട്. അപ്പൊ ഇവരെല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരിക്കും. ആ കൂട്ടത്തിൽ വരുന്ന ആളുകളുടെ പേര് ഓർത്തിരിക്കുക. ഫിസിഷ്യൻസ്, അനസ്തെറ്റിസ്റ്റ്, പിന്നെ പൾമനറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആൻഡ് ഓൾസോ നഴ്സസ് who are responsible to take care of them. അവർക്ക് അപ്പൊ അവരെ ഏത് നഴ്സുമാരെയാണോ ആ ഒരു പർട്ടിക്കുലർ വെന്റിലേറ്ററിൽ എന്റെ സ്ഥാനത്ത് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എവിടെയാണോ ഡ്യൂട്ടി, അത് ആ പർട്ടിക്കുലർ നഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് പോയി ഇവരെ ഏൽപ്പിച്ചിട്ട് പോയി എന്നൊന്നും അവിടെ പറയുന്നില്ല. ആ റെസ്പോൺസിബിൾ പേഴ്സൺ അവിടെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ആൾക്കാർക്ക് അതിന്റെ പേര്, ആരാണോ ആ സമയത്ത് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്, നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ട് പോയി എന്ന് പറഞ്ഞത് പോലെയല്ല. ഇതിപ്പോ നമ്മളിപ്പോ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടീച്ചർക്ക് പുറത്തോണ്ടത് അടുത്ത ടീച്ചറെ ഒന്ന് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ കേൾക്കി, അതുപോലെയല്ല അവിടെ. അപ്പൊ അത് ഒരു ക്ലാസ് ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ ലൈഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അവിടെ റെസ്പോൺസിബിൾ ആ ഒരു പർട്ടിക്കുലർ ക്രിയ ചെയ്ത ആരാണോ, ഓപ്പറേഷൻസ് നടത്തും ഏത് ഡോക്ടറാണ് ചെയ്തത്, അല്ലെങ്കിൽ ആരെയാണ് ഈ പേഷ്യന്റിനെ കാണിച്ചത്, അങ്ങനെയുള്ള ആളുകളുടെ പേരുകളെ ചോദിക്കുള്ളൂ. അല്ലാണ്ട് അവിടെ അന്നേരം ആരുണ്ടായിരുന്നല്ല ചോദിക്കുക. മനസ്സിലായോ? അപ്പൊ അതുപോലെയാണ് നഴ്സസ് ആരാണോ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പർട്ടിക്കുലർ വെന്റിലേഷൻ പേഷ്യന്റിന് ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സസ് അവരുൾപ്പെടെ ഈ പറയുന്ന ആൾക്കാരും ഉണ്ടായിരിക്കണം അടുത്തടുത്തൊക്കെ. എപ്പോഴും ചുറ്റുവട്ടത്ത് ഇവരെല്ലാവരും ഇരിക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്, അടുത്തടുത്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞേക്കാം. പിന്നെ ഇനി എന്താണ്, ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ടേക്ക് കെയർ ഓർ മേക്ക് ഷുവർ. താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ വെന്റിലേറ്റഡ് പേഷ്യൻസിന്റെ കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രിവെന്റ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ടു ബി ഡൺ പീരിയോഡിക്കലി. ഈ വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. ആ മെഷീന് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്കൊക്കെ മെയിന്റനൻസ് ഒക്കെ വരുത്തിയിരിക്കണം. പഴയത് തന്നെ വലിച്ച റബ്ബർ ബാൻഡൊക്കെ ഇട്ട് എന്താ പറയാ വെച്ചേക്കണ മെഷീൻ ആകരുത്. ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെന്ന്.
അപ്പൊ പീരിയോഡിക്കലായിട്ട് അത് ഒരു സമയം ഉണ്ടാവുമല്ലോ, അവർക്കറിയാം അവരുടെ ഹോസ്പിറ്റൽസിന്റെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ഓരോ മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ എപ്പോഴൊക്കെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരുപാട് മെഷീൻസ് ഉണ്ടല്ലോ, അപ്പൊ കൊല്ലങ്ങളായിട്ട് 10 കൊല്ലമൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്തെങ്കിലും റിപ്പയർമെന്റ്സുകൾ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം അത് ബ്രേക്ക്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു അടുക്കളയിൽ എന്തെങ്കിലും ഒരു മെഷീൻ കുറച്ചു നേരത്തേക്ക് ഒന്ന് സ്റ്റക്ക് ആയാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ വരുമ്പോ ഇത്രയും വലിയ ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന മെഷീൻസ് ഇത്രയും വലിയ ഏറ്റവും വലിയ ഒരു കാര്യമാണ് മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഒത്തിരി വിലയുള്ള ഒരു മൂല്യമുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നോക്കാം നമുക്ക് എന്ന് വിചാരിക്കരുത്. ഏതെങ്കിലും ഓരോ ദിവസവും നമ്മളത് കറക്റ്റ് ആയിട്ട് പ്രൊസീജിയർ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ വെക്കണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെയുള്ള സർവീസസ് മെഷീൻസിനുണ്ടെങ്കിൽ അതൊക്കെ സമയത്ത് നടത്തുക എന്നുള്ളതാണ്. പിന്നെന്താണ്, ഒബ്റ്റൈനബിളി ഓഫ് വെൽ ട്രെയിൻഡ് സെൽഫ് കെയർ. അതായത് സ്റ്റാഫുകളൊക്കെ വളരെ എന്താ പറയാ പേഷ്യൻസിനൊക്കെ നന്നായി കെയർ ചെയ്യുന്ന സ്റ്റാഫ്സിനെ വേണം, അവര് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെ വേണം പേഷ്യൻസിനെ നോക്കാനായിട്ട് വെന്റിലേറ്ററിൽ അപ്പോയിന്റ് ചെയ്യാനായിട്ട്. അതായത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെ തന്നെ വെന്റിലേഷൻസിലായിരിക്കുന്ന പേഷ്യൻസിനെ ശുശ്രൂഷിക്കാനായിട്ട് വിടണമെന്നുള്ളതാണ്, അതറിയാലോ. പിന്നെ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ് മാത്രമല്ല, പ്രോട്ടോകോൾ അനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് അനുസരിച്ച് മാത്രമേ വെന്റിലേറ്റഡ് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് എന്താ പറയാ ഒരു നിസ്സാരമട്ടിൽ ആകരുത് എന്നാണ് പറയുന്നത്. അതും കറക്റ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ. സഫീഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. അതായത് വെന്റിലേഷൻ പേഷ്യൻസിന് വേണ്ട എല്ലാ തരത്തിലുള്ള റിസോഴ്സും എന്തൊക്കെയാണ് അവിടെ വേണ്ടത് അതെല്ലാം തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ അവരുടെ അധികൃതരുടെ ഒരു ചുമതലയാണ്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാണ്ട് വെന്റിലേഷൻ ഒക്കെ ഉണ്ട് ഹോസ്പിറ്റൽസിൽ, പക്ഷെ വർക്കിംഗ് കണ്ടീഷൻ അല്ല, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ഇല്ല, അല്ലെങ്കിൽ നഴ്സുമാരില്ല അവിടെ നോക്കാനായിട്ട്, അല്ലെങ്കിൽ വെന്റിലേഷൻ പേഷ്യൻസിന് നോക്കുന്നതിൽ യാതൊരു നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും പാലിക്കേണ്ടതില്ല. വെന്റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒത്തിരി എന്താ പറയാ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഹൈജീനിക് ആയിരിക്കേണ്ടതിനും വേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം പ്രോട്ടോകോൾസ് അനുസരിച്ച് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട് ഇവരെ സമീപിക്കാനായിട്ടും മറ്റു കാര്യങ്ങളും. പിന്നെ ആവശ്യത്തിന് വേണ്ട റിസോഴ്സ് ഒക്കെ വെന്റിലേഷൻസിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മളിപ്പോ കണ്ടത്. വേഗം ഒന്ന് ജസ്റ്റ് ഓടിച്ചൊന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഇന്നെടുത്ത ഭാഗത്തുനിന്ന് തുടങ്ങിയാണേ, വേഗം വായിച്ചു പെട്ടെന്ന്.
വായിച്ചോ, വായിച്ചേ പറയണേ. കഴിഞ്ഞു മിസ്സേ. കഴിഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് എഴുതിക്കോളാം. നമ്മൾ അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. സമയം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് തുടങ്ങാം. അപ്പൊ എഴുതിക്കോ, വേഗം എഴുതിക്കോട്ടെ. ക്വസ്റ്റ്യൻ ഞാൻ വേഗം പറയും. ക്വസ്റ്റ്യൻസ് മാത്രമേ തരുള്ളൂ, നോ ആൻസേഴ്സ്. നിങ്ങൾ തന്നെ ആൻസേഴ്സ്, ഓപ്ഷൻസും ഇല്ല. ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തോ. അടുത്ത ദിവസം ആൻസർ എഴുതിയിട്ട് വന്നാൽ മതി. A medical ventilator is an equipment that assist the dash work. அடுத்த question. A dash helps to pump. A dash helps to pump air in and out of the lungs. So the body can get oxygen it requires. Next one. Collapsed lung, COLLAPSED, collapsed lung is also known as dash. Collapsed lung is also known as dash. Next one. What are the other names of ventilator? What are the other names of ventilator? Next one. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. A dash employs pressure, employs pressure to remove carbon dioxide from your body and pump oxygenated air. Oxygen ഇതാ ഒരു ATED കൂടി ചേർക്കാം. Oxygenated air. അടുത്തത് name the airways. അടുത്ത ക്വസ്റ്റ്യൻ, name the airways. എയർവേസിന്റെ പേര് എഴുതാനാണ്. Name the airways. Next one. Which of the following requires to be monitored
requires, requires, requires to be monitored, monitored, monitored when a patient is on ventilation. When a patient is on ventilator or ventilation. Ventilator. When a patient is on ventilator. എന്താ പറയാ, ഒരു പേഷ്യന്റ് വെന്റിലേഷനിലായിരിക്കുമ്പോൾ മോണിറ്റർ ചെയ്യപ്പെടേണ്ടത് എന്തൊക്കെയാണെന്നാണ്, എന്തൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം എന്നാണ് താഴെ എഴുതാം. അപ്പൊ അതിന് ഓപ്ഷൻസ് വേണം. BP, ഓപ്ഷൻ എ BP, ഓപ്ഷൻ B X-rays or scans, X-rays or scans, option C oxygen saturation, option C oxygen saturation, and the last option all. Ella. Next one. Miss, option D ഒന്നുകൂടി പറയൂ. Option D all. എല്ലാം. Next one. Dash develop in throats. Dash develop in throat and windpipe. Throat and windpipe can permit germs. Can permit germs. GERMS. Can permit germs to pile up in the breathing tube. To pile up, PILE, pile up on the breathing tube. Next one. Which are the causes of lung damage? Causes of lung damage. Causes of lung damage while using ventilator. While using ventilator. ഉണ്ടാകാവുന്ന കോസസ് എന്തൊക്കെയാണ്? വെന്റിലേറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ലങ് ഡാമേജിന് കാരണങ്ങളാണ് ചോദിച്ചത്. അത് എഴുതിയാൽ മതി എന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Who are to attend the patients on a mechanical ventilator? Who are to attend the patients on a mechanical ventilator? Okay, നിങ്ങൾ അടുത്ത ദിവസം വരുമ്പോ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എഴുതിയിട്ട് വന്നാൽ മതി. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ചെറിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. പിന്നെ മോക്ക് ടെസ്റ്റിലൊക്കെ ഉണ്ടല്ലോ. എത്ര ഉണ്ട് ഇപ്പൊ? 10 എഴുതി. ആ ഓക്കെ, അപ്പൊ ഒരു 10 മൊത്തത്തിൽ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇന്ന് നമ്മൾ തരുന്നത് കൂടി. അപ്പൊ 20 ക്വസ്റ്റ്യൻസ് ഓൾറെഡി എന്താ പറയാ നിങ്ങളുടെ കയ്യിൽ ഈ ചാപ്റ്ററിന്റെ ഉണ്ട്. സിമ്പിൾ ചാപ്റ്റർ ആണ്, വലിയ കാര്യമൊന്നുമില്ല. അടുത്തതും അതുപോലെ തന്നെ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. കുറച്ച് നമുക്കൊന്ന് തുടങ്ങാം. എന്തായാലും ഇത്രയെങ്കിലും തുടങ്ങണം, അല്ലെങ്കിൽ ശരിയാവില്ല. ചാപ്റ്റർ ആറാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് പറയാം മിസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ എയർവേസ്. അത്ര നെയിം ദ എയർവേസ്. എയർവേസിന്റെ പേരുകൾ എഴുതാൻ അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ആ പേരുകൾ എടുത്ത് എഴുതി വെക്കാം. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുന്നത് എയർവേസിൽ പെടാത്തത് ഏതാണ്, പെട്ടത് ഏതാണെന്നോ അങ്ങനെയൊക്കെ തന്നിട്ട് ഏതെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് തരാം ചോദ്യം. ഓക്കെ,
അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആ പേരുകൾ 6 പേരങ്ങോട്ട് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് നമ്മുടെ എയർവേസ്. നമ്മൾ എയർ പാസ് ചെയ്യുന്നത് ഏതിൽ കൂടിയൊക്കെയാണെന്ന്, ഏതിൽ കൂടിയൊക്കെ പാസ് ചെയ്തിട്ട് അത് ലങ്സിലേക്ക് എത്രയെന്നാണ് അപ്പൊ ചോദ്യം. അപ്പോ അടുത്ത ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണെന്ന് അറിയാമോ? 27th ചാപ്റ്റർ, അതായത് മോർച്വറി സർവീസസ് ആണ്. മോർച്വറി സർവീസസ് ആണ്. ഓക്കെ, അപ്പൊ ചാപ്റ്ററിന്റെ പേരൊന്ന് വേഗം എഴുതി വെക്കാം. മോർച്വറി സർവീസസ്. നമുക്കറിയാം എന്താണ് മോർച്ചറി എന്നൊക്കെ അല്ലെ. എന്താണ് മോർച്ചറി? ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ് ആണ് അല്ലെ. ടെമ്പററി ആയിട്ട്, വളരെ താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഏതിനെ? ഡെഡ് ബോഡീസിനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂം, ഒരു റൂമാണ് അല്ലെ. അതിനെയാണ് നമ്മൾ മോർച്ചറി എന്ന് വിളിക്കുക. നമുക്കറിയാം ഹോസ്പിറ്റൽസ് ഇത് ഒരു ഇന്നെവിറ്റബിൾ പാർട്ടാണ് അല്ലെ. ഒരു ആശുപത്രിയില് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറി എന്ന് പറയുന്നത്. മോർച്ചറി ഹാവ് ടു പ്രിസർവ് ദ ഡെഡ് ബോഡീസ് അല്ലെ. അത് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും മോർച്ചറിയിൽ ഇങ്ങനെ ഡെഡ് ബോഡി സൂക്ഷിക്കേണ്ടി വരിക? ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും? നമുക്കൊക്കെ അറിയാമല്ലോ കുറെയൊക്കെ കാര്യങ്ങൾ. ഒന്ന് പറയാമോ നിങ്ങൾക്ക്? എന്ത് കാര്യങ്ങൾക്കായിരിക്കാം? വെറുതൊരു കാര്യമില്ലാണ്ടവിടെ കൊണ്ട് വെച്ചേക്കാൻ. ഡെഡ് ബോഡീസ് എന്തിനാണ് മോർച്ചറി? എന്താ മോർച്ചറി എന്ന് കേട്ടില്ലേ നിങ്ങള്? ഒറ്റ ഫ്രേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ബിൽഡിംഗ് വേർ ഡെഡ് ബോഡീസ് ആർ പ്രിസർവ്ഡ് ആൻഡ് കെപ്റ്റ്. ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്ത് കീപ്പ് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിനെയാണ് നമ്മൾ മോർച്ചറി എന്ന് വിളിക്കുക. അത്രേ ഉള്ളൂ. ഒറ്റ ഫ്രേസിൽ പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. ഇതിനെ കുറിച്ച് ഇതിന്റെ സേവനങ്ങളും ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളും എന്തിനാണ് ഒരു ഹോസ്പിറ്റലിൽ മോർച്ചറിയുടെ ആവശ്യകത എന്താണെന്നും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് വൈ ദ ഡെഡ് ബോഡീസ് ഹാവ് ടു ബി പ്രിസർവ്ഡ്? എന്തിനാണ് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് അവ സൂക്ഷിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? എന്തൊക്കെ കാരണമുണ്ട്? പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സിറ്റുവേഷനിൽ അങ്ങനെ സൂക്ഷിക്കാറുണ്ടല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സിറ്റുവേഷനിൽ അങ്ങനെ സൂക്ഷിക്കാറുണ്ട്. എന്തിനായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യം വരിക? അപ്പോഴും അതിനെ വീണ്ടും വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വന്നു. എല്ലാ ഡെഡ് ബോഡീസും നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ടോ? ഇല്ല. ആക്സിഡന്റ്സ് അല്ലെങ്കിൽ സൂയിസൈഡ് അങ്ങനെയുള്ള, അതായത് ക്ലിനിക്കൽ പർപ്പസ്, അതായത് ഫോറൻസിക് ക്ലിനീഷ്യൻസിന് വേണ്ടിയിട്ട്, അതായത് അവർക്ക് എന്താ പറയാ ചില കാര്യങ്ങൾ അറിയണം. ഹൗ ദ ഡെത്ത് വാസ് കോസ്ഡ്, എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് വിശദീകരിച്ചറിയാൻ വേണ്ടിയിട്ട് ഡെഡ് ബോഡീനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന്റെ റിസൾട്ട് നോക്കിയിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്താ പറയാ ഹോസ്പിറ്റൽസിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു രോഗി മരിച്ചു, ആക്സിഡന്റിലാണ്, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് തന്നെ മരിച്ചു. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്കറിയില്ല ഹൗ ദ ഡെത്ത് വാസ് കോസ്ഡ്, എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കേണ്ടി വരും അല്ലെ. അവർക്കത് കൺഫേം ചെയ്യേണ്ടി വരും. നമ്മളിങ്ങനെ പറഞ്ഞതുകൊണ്ട് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ഏതൊക്കെ രീതിയിൽ മരണം നടക്കുന്നു എന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പോലും പറ്റില്ല. നമ്മളും കൂടി ചിന്തിക്കാത്ത രീതിയിലാണ് മരണങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാനും അതിന്റെ പിന്നിലെ ഏതെങ്കിലും രീതിയിലുള്ള എന്താ പറയാ ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താനും ഫോറൻസിക് ക്ലിനീഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് പല കണ്ടെത്തലുകൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് പറയാ കുറച്ച് ദിവസത്തേക്കോ ചിലപ്പോൾ കുറച്ച് നാളത്തേക്കോ ഒക്കെ ഈ പറയുന്ന ഡെഡ് ബോഡീസിനെ പ്രിസർവ് ചെയ്ത്, അതായത് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസിലൊക്കെ ആയിരിക്കും അത് സൂക്ഷിക്കുക. കാരണം അല്ലാതെ വെറുതെ വെച്ചിരുന്നാൽ നമുക്കറിയാലോ ഫ്രീസറിലും മറ്റു കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് അവിടെ പ്രിസർവ് ചെയ്ത് വെക്കുക, അല്ലാതെ വെക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാത്തോളജിസ്റ്റിന്, അതായത് ഫിസിഷ്യൻസിനെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് കോസ് കൊണ്ടാണ് ഒരു ഡെത്ത് ഉണ്ടായേക്കണേന്നും അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനും ഒക്കെയാണ് ഈ ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കേണ്ട കാര്യം അല്ലെ. അപ്പൊ എന്തായാലും എല്ലാ ഡെഡ് ബോഡീസും ഒന്നും നമുക്ക് മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോ പിന്നെയും എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുണ്ട്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഫോറൻസിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. അത് ഇതുപോലെ ക്ലിനിക്കിലൊക്കെ എന്താ പറയാ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട ഈ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഒത്തിരി ദൂരെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വരുന്നത് വരെ കുറച്ച് ദിവസത്തേക്കൊക്കെ വേണമെങ്കിലൊക്കെ സൂക്ഷിക്കാം. എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെയാണ് നമ്മൾ മോർച്ചറി എന്ന് വിളിക്കുക. ഇറ്റ്സ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗം കൂടിയാണ് ഇത്. ഇനി
എ മോർഗ് ഒരു മോർച്ചറി, ദ അതർ നെയിം ഫോർ മോർച്ചറി ആണ്. മോർച്ചറിക്ക് ഉള്ള മറ്റൊരു പേരാണ് മോർഗ്, MORGUE. എന്തുകൊണ്ടാണ് രണ്ട് പേര് വന്നേക്കുന്നൊന്നും തൊട്ടടുത്ത പോയിന്റിൽ എന്താ നേരം പറയാം. അതുകൊണ്ട് ഹോസ്പിറ്റൽസിൽ it is used for the storage of dead bodies waiting for identification, removal, autopsy, burial, cremation or some other post death ritual. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റൽസിൽ ഈ ഡെഡ് ബോഡീസ് നമ്മളിങ്ങനെ സൂക്ഷിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ. ചില ആളുകളൊക്കെ എവിടെയെങ്കിലൊക്കെ റോഡിലൊക്കെ കണ്ട് മരിച്ചു, സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ ഹൂ ഈസ് ദ പേഴ്സൺ, അതായത് ആരാണ് മരിച്ചത്, എവിടെയുള്ള ആളാണെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഏതെങ്കിലും നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എവിടെ വെച്ചിട്ട് ഏതെങ്കിലും എവിടെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരാൾ മരിച്ചെടുക്കുന്നതൊക്കെ കിട്ടിയിരിക്കുന്ന ഡെഡ് ബോഡീസ് എവിടെന്നെങ്കിലൊക്കെ കിട്ടുക. ചിലപ്പോ വെള്ളത്തിലൊക്കെ ചാടി മരിച്ചു ആൾക്കാർ, അത് വെള്ളം ആയതുകൊണ്ട് പുഴയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക, അത് എവിടെയെങ്കിലും ചെന്നിട്ടായിരിക്കും കിട്ടുക. എവിടെയെങ്കിലും വെച്ച് ചാടിയാൽ ചിലപ്പോൾ ഏതെങ്കിലും മറ്റൊരു സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയാ ജില്ലയിലൊക്കെ പോയിട്ടായിരിക്കും നിൽക്കുക. അപ്പൊ അവിടെ കിട്ടുന്ന അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ ആണ് അത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നിട്ട് അത് പരസ്യം കൊടുത്തു അല്ലെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നോക്കിയിട്ട് ആ ഒരു പ്രദേശത്തേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്ത ആളാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇന്ന് ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, പിന്നെ എന്താ പറയാ റിമൂവൽ ഓട്ടോപ്സി, എന്താ പറയാ മൃതദേഹം പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഈ മരണത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മുറിവുകളോ മറ്റു കാര്യങ്ങളോ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ ക്രമേഷൻ പർപ്പസ്, അതായത് ശവസംസ്കാരത്തിനൊക്കെ മുമ്പ് അതിനു വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മറ്റ് പോസ്റ്റ് ഡെത്ത്, അതായത് മരണത്തിന് ശേഷം നടക്കുന്ന ചില പ്രക്രിയകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് മോർഗ് അല്ലെങ്കിൽ മോർച്ചറി എന്ന് പറയുന്ന ഒരു കാര്യം ഹോസ്പിറ്റൽസിൽ പ്രധാനമായിട്ടും എന്താ പറയാ ഉൾക്കൊള്ളിക്കുന്നത്. പിന്നെ ദ ടേം നമ്മൾ നേരത്തെ പറഞ്ഞു, മോർഗ് ആൻഡ് മോർച്ചറി ആർ ദ ടു സെയിം സിനോണിംസ് ആണ്, രണ്ടും സെയിം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. മോർഗ് എന്ന് പറയുന്നത് അതൊരു ഫ്രഞ്ച് വേർഡിൽ നിന്നും ഡിറൈവ് ചെയ്തത് തന്നെയാണ്. മോർഗ് എന്ന് ഉള്ള വേർഡാണ്, അത് അവിടെ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് മോർച്ചറി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ വേർഡാണ് മോർച്ചറി എന്ന് പറയുന്നത്. മോർഗ് എന്ന് പറയുന്നത് നോർത്തേൺ അമേരിക്കൻ ഇംഗ്ലീഷിൽ നിന്ന് വന്നിരിക്കുന്ന വേർഡാണ്. രണ്ടും ഒന്ന് തന്നെ. നമ്മൾ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണല്ലോ. ബ്രിട്ടീഷുകാരെ ഉന്തിത്തള്ളി പുറത്താക്കിയെങ്കിലും അവര് ആണ് നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ലാംഗ്വേജ് കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. അത് നമ്മൾ എടുത്തു, അവരെ വേണ്ടെന്ന് പറഞ്ഞു, നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഇംഗ്ലീഷാണ് നമ്മളിപ്പോ ഫോളോ ചെയ്യണം. അമേരിക്കൻ ഇംഗ്ലീഷ് ചില പുറത്തുനിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ പുറത്തൊക്കെ വരുന്ന സാധനത്തിലൊക്കെ നമ്മൾ പാക്കറ്റുകളിലൊക്കെ എഴുതി വെച്ചേക്കും, നമ്മൾക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വിക്കാൻ റീഡിക്കുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ആ ഒരു മോർച്ചറി എന്ന വേർഡ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടും ഒരു വാക്ക് തന്നെയാണ്, മോർഗും മോർച്ചറിയും. വ്യത്യാസം വന്നിരിക്കുന്നത് ഡിഫറെന്റ് പ്ലേസസിൽ ഇതിങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് മോർച്ചറി എന്ന വേർഡ് നമ്മൾ എടുത്തു. നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷുകാരാണ് മോർഗ് എന്ന വാക്ക് മോർച്ചറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ പാർട്ട് കിട്ടിയോ? ഓട്ടോപ്സി ബ്യൂറൽ എന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? ഓട്ടോപ്സി ബറിയലാണ്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ മൃതസംസ്കാര മൃത പരിശോധന. മറ്റേത് സംസ്കാരം. മൃതസംസ്കാരമാണ് ക്രമേഷൻ എന്ന് പറയുന്നത്, അതായത് ഡെഡ് ബോഡി സംസ്കരിക്കുന്നത്. ഓട്ടോപ്സി ബറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃതപരിശോധന കഴിഞ്ഞതിന് ശേഷം ഉള്ള ബറിയൽ എന്താ പറയാ കുഴിച്ചിടൽ സംസ്കാരം എന്നൊക്കെ പറയും. ഓട്ടോപ്സി എന്ന് പറഞ്ഞതാണ് മൃത ശരീര പരിശോധന. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയ വേഗം ആ ഒരു 3 പോയിന്റുകളായിട്ട് തന്നിരിക്കുന്നത്. മൃതദേഹ പരിശോധന, അങ്ങനെയും പറയാം. മൃതദേഹം അതന്നെ അതല്ലേ വാക്ക് ശരിക്കും. മൃതശരീരത്തെക്കാൾ കൂടുതൽ മൃതദേഹ പരിശോധന. ഓക്കെ, മൃതദേഹ പരിശോധന, അതാണ് ഓട്ടോപ്സി. അവിടെ ഒന്ന് വെറുതെ മലയാളത്തിൽ എഴുതി വെച്ചേക്ക്. മൃതദേഹ പരിശോധന, ക്രമേഷൻ, ശവസംസ്കാരം. എന്ത് തമ്മിൽ വ്യത്യാസമുണ്ട്?
ഓക്കെ, വായിച്ചു കഴിഞ്ഞല്ലോ. ഇനി വാട്ട് ഇസ് ദ നീഡ് ഫോർ മോർച്ചറി, ആ ഒരു കുഞ്ഞു ടോപ്പിക് കൂടി നമുക്ക് എടുത്തിട്ട് നിർത്താം. എന്തിനാണ് മോർച്ചറിയുടെ ആവശ്യകത എന്താണ്? ഒരു ഹോസ്പിറ്റൽസിൽ മോർച്ചറി ഉണ്ടാകുന്നത് കൊണ്ട് എന്ത് ആവശ്യമുള്ളതെന്നാണ് അടുത്ത ഒരു ടോപ്പിക്. നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ സ്യൂട്ടബിൾ പ്രൊവിഷൻ, അതായത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും അത്യാവശ്യമായ അനുയോജ്യമായ ഒരു പ്രൊവിഷൻ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിനകത്ത് മോർച്ചറി ഉണ്ടാകുക എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ എ ഡൂബിയസ് പ്ലേസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡൂബിയസ് എന്ന് പറഞ്ഞാൽ സസ്പീഷ്യസ് എന്ന് പറഞ്ഞ അർത്ഥം, വെച്ചൊരു നിഗൂഢമായിട്ടൊരു വളരെ സംശയാസ്പദമായിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ആയിരിക്കണം ഈ എന്താ പറയാ ഈ ഹോസ്പിറ്റൽ മോർച്ചറി. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മള് ഫിലിമിലൊക്കെയാണ് കൂടുതൽ കണ്ടേക്കുന്നത് അല്ലെ. ആ ഒരു ഭാഗത്തേക്ക് മോർച്ചറി നമ്മൾ കാണിക്കുമ്പോഴേക്കും ഒരു ഭയങ്കര ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എന്താ പറയാ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കും. അത് ഭയങ്കര നമ്മളെ കാണികളെ പേടിപ്പിക്കുന്ന രീതിയിൽ. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് ചെല്ലുമ്പോഴായാലും നമുക്കൊരു പേടി തോന്നുന്ന രീതിയിൽ ഒരു ഭയങ്കര സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്യൂബിയസ് പ്ലേസിലായിരിക്കണം എന്താ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥലമായിരിക്കണം ഹോസ്പിറ്റലിന്റെ മോർച്ചറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് എന്താ പറയാ ഈ മരണത്തിന്റെ കാരണം അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ ഇതെപ്പോഴാ ഡിസ്പോസ് ചെയ്യുക, ഈ ഒരു സാധനം മോർച്ചറിയിൽ നിന്ന് എപ്പോഴേക്കൊക്കെ മാറ്റേണ്ടി വരിക എന്നുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ട് അവർക്ക് തീരുമാനിക്കാം. അപ്പൊ കുറച്ച് നേരത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കണം മോർച്ചറീസ് കീപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു ഹോസ്പിറ്റൽസിന് എന്തായാലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഹോസ്പിറ്റൽ മോർച്ചറിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെന്താണ്, ഒരു പ്രിസൈസ്ലി പ്ലാൻഡ് മോർച്ചറി എന്ന് പറയുന്നത് വളരെ ബെനഫിഷ്യൽ ആണ്. ഒരു എന്താ പറയാ ചില ആളുകൾക്ക് ആ ബെനഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ബെനഫിഷ്യൽ ആണ് എന്ന് പറയാൻ നേട്ടമുണ്ടെന്ന്. ഈ ഡെഡ് ബോഡീസ് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ചില ആളുകൾക്ക് അതിന്റെ നേട്ടമുണ്ട്. ആ നേട്ടം ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് പോലീസ്, ഡോക്ടേഴ്സ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട്, പിന്നെ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠനത്തിന് വേണ്ടിയിട്ട്, സ്റ്റാഫ്സ് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ്, മരിച്ച ആൾക്കാരുടെ എന്താ പറയാ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഐഡന്റിഫിക്കേഷൻ വേണ്ടിയിട്ട്, അവരുടെ എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് നിറവേറ്റാൻ വേണ്ടി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പുറത്തൊക്കെ ആണെങ്കിൽ കുറച്ച് ആൾക്കാർ വന്ന് കാണാനുണ്ട്, ചിലപ്പോ ഇനി അവര് ചിലപ്പോൾ കാണാനായിട്ട് പറ്റിയില്ലെങ്കിലും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാകാം, പിന്നെ ഹോസ്പിറ്റൽസിലെ മറ്റ് സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാകാം. ഇത്തരം ആളുകൾക്ക് അവിടുത്തെ ഈ ഒരു ഡെഡ് ബോഡീസ് കൊണ്ട് ചിലപ്പോ ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രിസൈസ് പ്ലാനിങ് ആയിട്ടുള്ള ഒരു മോർച്ചറി കീപ്പ് ചെയ്യണം അവിടെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കാനായിട്ട്. പിന്നെ പ്രൊവിഷൻ ഫോർ മോർച്ചറി ഓൾസോ ഫെസിലിറ്റേറ്റ്സ് വിച്ച് ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദ പബ്ലിക് റിലേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻസ് PR എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഒരു ചാപ്റ്ററാണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസില് പൊതുജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ പുറത്തെ ആളുകളുമായിട്ടുള്ള റിലേഷൻ ഉണ്ട്. അപ്പൊ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയും ഒരു ഹോസ്പിറ്റൽസിൽ കൃത്യമായിട്ട് ഒരു മോർച്ചറി ഉണ്ടാകേണ്ടത്. അതായത് എന്ന് വെച്ചാൽ നമ്മളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ മോർച്ചറി സൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതായത് പുറത്ത് ആളുകൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും നമ്മളുടെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ്, നമ്മളുടെ ഉത്തരവാദിത്തത്തിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടിയിട്ടോ നമ്മളുടെ ആവശ്യം നിറവേറ്റാൻ കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാർ ഇപ്പൊ ഒരു ഇതാണ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ വെക്കും. എന്നിട്ട് എടുക്കുന്നതിന് കുറച്ചു നേരം മുമ്പൊക്കെയാണ് നമ്മുടെ വീടുകളിലേക്ക് ആ ബോഡിയെ കൊണ്ടുവരിക. അപ്പൊ ഫെസിലിറ്റീസ് ഒരു സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇന്ന് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പബ്ലിക് റിലേഷൻസ് ഒന്നുകൂടി ആഴപ്പെടുത്താനും എന്താ പറയാ മോർച്ചറീസ് ഒരു ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി മച്ച് ഓഫ് ദ സെന്റിമെന്റ്സ് വാല്യൂ, ഇനി മാത്രമല്ല ഈ ഡെഡ് ബോഡീസ് ഓഫ് എ പേഴ്സൺ നമുക്കറിയാം ഒരു സാമൂഹികപരമായിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മളുടെ മെഡിക്കൽ ലീഗൽ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊക്കെ മോർച്ചറീസ് ഒരു ഹോസ്പിറ്റൽസിൽ കൃത്യമായിട്ട് ഉണ്ടാകേണ്ടത് മാത്രമല്ല ഈ എന്താ പറയാ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫീലിങ്സ് മരിച്ച ആളുകളുടെ ആ ബോഡിയോടുള്ള ഒരു എന്താ പറയാ ഒരു ആദരവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റൽസിൽ ഇപ്പൊ മരിച്ച ആള് പെട്ടെന്ന് തന്നെ അവർക്ക് എടുത്തു മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റാഷായിട്ടൊക്കെ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ ആൾക്കാരോടൊക്കെ പെരുമാറുന്നതിനേക്കാൾ ഉപരി ആളെ ഉടനെ പെട്ടെന്ന് മോർച്ചറിയിലേക്ക് മാറ്റി അതിനുശേഷം പിന്നീട് എപ്പോഴാണ് അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അപ്പൊ ആ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാനും ഹോസ്പിറ്റൽസിലേക്ക് എന്താ പറയാ ഈ പറയുന്ന മോർച്ചറീസ് എന്താ പറയാ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് മോർച്ചറി എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്.
അപ്പോ ഇത്തരം ആളുകളെ കുറച്ച് വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് വിളിക്കുക ഒരു മരണം എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ബോഡി മരിച്ചതാണെങ്കിൽ കൂടി അതിനോട് കാണിക്കുന്ന ഒരു ആഗ്രഹമുണ്ടല്ലോ, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കൂടി ഹോസ്പിറ്റൽസിൽ എന്താ പറയാ മോർച്ചറീസ് ഇന്ന് എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്യാറുണ്ട് എന്നാണ് പറയാം. ഇത്രയും പ്രധാനമായിട്ട് 4 കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ മോർച്ചറി വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇത്രയും വരെ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ അടുത്ത ദിവസം ഒന്ന് വായിച്ചിട്ട് വരാം. മോർച്ചറി എന്ന് പറയുന്ന ചാപ്റ്റർ കൂടി നമ്മൾ ഇന്ന് കുറച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട്. ശകലേ പറഞ്ഞിട്ടുള്ളൂ, 2-3 പേജേ ഉള്ളൂ, ചെറിയൊരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. 3-4 പേജ് കണ്ടുള്ളൂ തോന്നുന്നത്. അപ്പൊ ഈ ഒരു പേജ് ഫുൾ എടുത്തിട്ടില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. മറ്റേ ചാപ്റ്റർ കൂടി കുറച്ചുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇത് വെച്ച് നിർത്തുന്നത്. അല്ലെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ഇത്രയും സമയം വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. 1 hour ആണ് ഇന്നും ക്ലാസ് ഉള്ളൂ. അടുത്ത ദിവസം കാണാം. ഓക്കെ, വായിച്ചിട്ട് കയറുക. എല്ലാവരും നന്നായിട്ട് വായിച്ച് കയറുക. കുറെ പേരൊക്കെ വായിക്കുന്നുണ്ട്, ചോദിച്ചപ്പോ ആൻസേഴ്സ് പറയുന്നത് കൊണ്ട് മനസ്സിലായി. പക്ഷെ ചില ആൾക്കാര് മിണ്ടില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചോദിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ മറുപടി അറിയാം. രാവിലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ചോദിച്ചത് ആ തുടക്കം തന്നെ. അപ്പൊ 2 പേരൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പൊ ഓക്കെ, അടുത്ത ദിവസം കാണാം. ബൈ. അടുത്ത ക്ലാസ് 12 മണിക്കല്ലേ? എന്തോ അത് ഇപ്പോഴാണോ? നെക്സ്റ്റ് ക്ലാസ് ഇപ്പോഴാണോ അതോ 12 മണിക്കാണോ? ഇന്ന് ഈ ക്ലാസ് മാത്രമേ ഉള്ളൂ. ഇനി ക്ലാസ് ഇല്ല? ഇനി ഇന്നത്തെ ക്ലാസ് ഇല്ല. അത് 2 ടീച്ചേഴ്സ് ഇപ്പൊ വയ്യാണ്ടിരിക്കുകയാണ്. ഒന്ന് അശ്വതി ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അശ്വതി ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നോ? ആണോ? ക്ലാസ് ആർക്കും എനിക്കറിയില്ല. ടൈം ടേബിൾ ഇപ്പൊ കയ്യിലില്ല. ടൈം ടേബിൾ കിട്ടിയിട്ടില്ല. ആണോ? അല്ല, നമ്മുടെ പഴയ ടൈം ടേബിള് ആദ്യം നമ്മള് നിങ്ങൾ ബാച്ച് മറ്റേ 2 ബാച്ച് ഒരുമിച്ച് ചേർത്തപ്പോ അപ്പൊ ആയിരുന്നു. പിന്നെ രമ്യ മൺഡേ നിഷാ മിസ്സും രമ്യ മിസ്സും ആയിരുന്നു. ആണോ? അപ്പൊ എനിക്ക് അങ്ങനെ വന്ന ടീച്ചർ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അശ്വതി ടീച്ചർക്ക് എന്തോ തൊണ്ട വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ലീവാണ്, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഓക്കെ, ഇന്ന് ഇത്രയൊക്കെ പഠിക്കാം. മുന്നെടുത്ത ചാപ്റ്ററുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തോണ്ടിരിക്കുക. എക്സാമിനുള്ള കാര്യം മറക്കണ്ട. എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ തുടങ്ങിക്കോട്ടാ. മിസ് ഈ മാസം തന്നെ എക്സാം കാണുമായിരിക്കുമോ? ഉണ്ടാവും. ഈ മാസമല്ല, ഈ മാസം ഇപ്പൊ തീരാറായി. മെയ്യിലുണ്ടാവും. മെയ്യിൽ മിക്കവാറും മെയ്യ് നമ്മളിപ്പോ ഈ 2 ആഴ്ച കൊണ്ട് എന്തായാലും ഇത് തീർക്കും. നിഷാ മിസ് എനിക്ക് തോന്നുന്നു മറ്റന്നാള് 1-ാം തീയതി ചിലപ്പോ ക്ലാസ് തുടങ്ങുമായിരിക്കും. അപ്പൊ പുള്ളിക്കാരി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇനി എടുത്താൽ മതിയല്ലോ. ടീച്ചർക്ക് ആകെ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് അതിൽ ഇപ്പൊ 2ാമത്തെ ചാപ്റ്ററാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ടീച്ചർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂല്ലോ. അപ്പൊ അത് തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒരാഴ്ചയൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് വന്നിട്ട് എന്തായാലും എക്സാം ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നോളാം. തന്നിരിക്കുന്ന നോട്ട്, തന്നിരിക്കുന്ന നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിനും ഇടയ്ക്ക് ക്ലാസ്സിൽ ഓരോ ചാപ്റ്റർ തീരുമ്പോഴുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. നോട്ടൊന്ന് പ്രാവശ്യം വായിച്ചില്ല. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു.